ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇത് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ഹോം ടൂറാണ്. സോ നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചു, കാരണം കാണാൻ കുറേയൊന്നും ഇല്ലെങ്കിലും കാണാമല്ലോ. സോ നമുക്ക് ഫസ്റ്റ് വെളിയിൽ നിന്ന് തുടങ്ങാം. സോ വെളിയിൽ നോക്കുവാണെങ്കിൽ ഇവിടെ പുല്ല് ഒക്കെ ഉണ്ട്. ഇതൊക്കെ വളർന്ന് കൂടുതലായി. പിന്നെ എനിക്ക് ഇവിടെ ആകെ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പൂ, നമ്മുടെ സുഖമല്ലേ. പിന്നെ കുഞ്ഞൊരു റോസാപ്പൂ, തുടർന്നില്ല റോസാപ്പൂ. ഇവിടെ ഇത് നല്ലൊരു ഷോട്ടാണ്. ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഞാൻ എടുക്കും. പിന്നെ ഇവിടെ നല്ല ചെടിയൊക്കെ വരുന്നു. ഇതാണ് ഞങ്ങളുടെ കാർ ഷെഡ് ഒക്കെ. പിന്നെ ഇവിടെയാണ് ഞങ്ങളുടെ സംഭവം, കൃഷി ഇടയിലുള്ള വിത്തും സംഭവമൊക്കെ ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ ചെടികളുണ്ടല്ലോ. അതിൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞൂടെ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ലെറ്റ് മീ നോ ഇൻ കമൻറ്റ്സ്. സോ എനിക്ക് കുറേ ഉണ്ട്. പിന്നെ എന്നാ ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ മോട്ടോർ സംഭവമൊക്കെ വരുന്നത്. ഇതുവരെയൊക്കെ ഉള്ള സ്ഥലമാണ്. നമ്മൾ ബി കെയർഫുൾ. ഇവിടെയാണ് ഞങ്ങളുടെ പുറകു ഭാഗം കുറേ ചെടിയൊക്കെ ഉണ്ടിട്ടുണ്ട്. ഇത് ജനലാണ്. സോ വഴി നടക്കണം. പിന്നെ ഇവിടെയാണ് ഞങ്ങളുടെ അലക്കുന്ന ഭാഗവും സംഭവവും ഒക്കെ വരുന്നത്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് കയറാം. ഓക്കെ, തൂണൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെയും ഉണ്ട് കുറേ ചെടികൾ ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെയും. സോ ഈ ഭാഗത്തു കൂടി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് ജനൽ. അവിടെ നമ്മൾക്ക് ഫാനെല്ലാം ഇട്ടിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറേ ഉണ്ട്. നമ്മൾ വീണ്ടും ഫ്രണ്ടോട്ട് തന്നെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അകത്തോട്ട് പോവാം. നമ്മൾ വീടിൻ്റെ അകത്തോട്ട് കയറാൻ പോകുകയാണ് സുഹൃത്തുക്കളെ. സോ ഇതാണ് നമ്മളുടെ സംഭവമൊക്കെ. ഇതാണ് എൻ്റെ ബാഗ്. മൈ ബാഗൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷെ സാഹചര്യം അനുവദിക്കുന്നില്ല. പിന്നെ ഞങ്ങളുടെ അടുത്തൊരു ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്. അവിടെ കളിക്കാൻ പോകുമ്പോൾ എടുക്കുന്ന ബാഗാണ്. പിന്നെ ഒരു ആനയുടെ പ്രതിമ ഒക്കെ ഉണ്ട്. സോ ഇതാണ് വരുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ടുള്ളത്. കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ വന്ന് നമ്മൾ ഡയറക്റ്റ് അവിടെ കാണാം. ആരാ വരുന്നത് നമുക്ക് അവിടെ കാണാം. പിന്നെ ഇവിടെയാണ് നമ്മളുടെ ഭാഗമൊക്കെ കാണാനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നേരെ ആ ഭാഗത്തോട്ട് പോവാം. സോ ഫ്രണ്ട്സ്, ഈ ഭാഗത്താണ് നമ്മളുടെ TV സംഭവമൊക്കെ വരുന്നത്. ഇവിടെ നമ്മുടെ ക്ലോക്ക്, അയ്യപ്പനാണ് സാധനം. നല്ല സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടാക്കി. ഇതാണ് നമ്മളുടെ ശ്രീബുദ്ധൻ. പിന്നെ ഇവിടെ അൺബോക്സിംഗ് ഡ്യൂഡിൻ്റെ സാധനമൊക്കെ വന്നിരുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ രാധയുടെയും കൃഷ്ണയും. നിങ്ങൾ ക്ഷമിക്കണം, കറണ്ട് പോയിട്ടുള്ളതുകൊണ്ടാണ് ഇത്ര വെളിച്ചമില്ലാത്തത്. പിന്നെ നമ്മളുടെ ഈ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഒരു ക്യാരം ബോർഡുണ്ട്. പിന്നെ എൻ്റെ കൊലാവിര്, അതായത് ഞാൻ നിന്നിട്ടുണ്ട് ഡാർക്ക് ഫാൻറ്റസിയുടെ കൂടൊക്കെ ഞാൻ സ്റ്റോറി വെച്ച് നിന്നതിലൊക്കെ. ഇവിടെ നിന്നാണ് ഞാൻ, ഈ പേപ്പറിൽ നിന്നാണ് ഞാൻ മറ്റേ വീഡിയോ ഒക്കെ ചെയ്തിട്ട്, മറ്റേ ബോർഡ് ഫ്ലിക്കൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഈ പേപ്പറിൽ നിന്ന് കെട്ടിയെടുത്തത്. പിന്നെ ഇന്നലെ ചെയ്ത വീഡിയോയ്ക്കകത്ത്, ഇന്നലെ അല്ല ഫ്രണ്ട്സ്, ഞാൻ അതിന് മുമ്പ് ഒരു ട്രയൽ എടുത്തായിരുന്നു. അപ്പോഴത്തേക്കിനും ഇവിടെ നിന്നായിരുന്നു ഞാൻ ബോർഡ് ഫ്ലിപ്പൊക്കെ ചെയ്ത. ബോർഡിൽ എവിടെയോ പോയി. സോ ഇവിടെ നിന്നാണ് നമ്മുടെ ഒരു ഹോൾ എന്ന് പറയുന്നത്. നമ്മൾ ഓരോ മുറിക്കകത്ത് പോവുക. സോ മുറി പോകുമ്പോൾ അവിടെ കുറേ കാര്യങ്ങളാണ്. അതൊക്കെ എന്താണെന്ന് ഞാൻ പറയാം. സോ ഇത് ഒരു മുറി, അതായത് ഇതാണ് ഞങ്ങളുടെ മറ്റേ ആവി വഹിക്കുന്ന സംഭവം. പിന്നെ ഇത് വരുന്ന ഡോറ്. ഇത് നമ്മളുടെ ലാപ്ടോപ്പ്, ഡെല്ലാണ്. നെയിൽ കട്ടർ, എനിക്ക് ഇട്ടുകൊണ്ടുള്ള യൂണിഫോം എൻ്റെ ചേച്ചിയുടെ ബാഗ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെയാണ് ബാഡ്മിൻ്റൻ്റെ കുറച്ച് സാധനമൊക്കെ. ഇവിടെ അതിൻ്റെ ചാർജർ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്നാണ് ഈ ഒരു ബോക്സ് കണ്ടോ, ഇവിടെ നിന്നാണ് എനിക്ക് എൻ്റെ വാച്ചിൻ്റെ സാധനം കിട്ടിയത്. പ്ലേ ബട്ടണൊക്കെ കിട്ടിയാൽ നമുക്ക് എവിടെയെങ്കിലൊക്കെ വെക്കണം. പിന്നെ ഇത് കുറേ കാര്യമൊക്കെ വരുന്നുണ്ട്. ഇവിടെ ബുക്കും സംഭവമൊക്കെ കാണുന്നുണ്ട്. സോ നമുക്ക് അടുത്ത റൂമിലോട്ട് പോവാം. അടുത്ത റൂമിൽ ഏകദേശം ഇത് കൂട്ട് സാധനം തന്നെ കാണത്തുള്ളൂ. സോ നമുക്ക് അടുത്ത റൂമിലോട്ട് പോവാം. സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളുടെ റൂം. ഉണ്ടോ? ഇതാണ് നമ്മളുടെ റൂം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പെഡസ്റ്റീൽ ഫാനാണ്.
ഒട്ടും മറ്റേ സമ്മർ സമയത്താണെങ്കിൽ ഇതാണെന്നാണ് നമ്മൾ കാറ്റെടുത്തോണ്ടിരുന്നത്. പിന്നെ ക്ലോക്കിൽ സമയമൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കറണ്ടില്ല, അതുകൊണ്ടാണ് ഇത്രയും സംഭവം വരുന്നത്. പിന്നെ സംഭവം പിന്നെ ഇവിടെ നിന്നാണ് നമ്മുടെ കർട്ടൻ സാധനമൊക്കെ വരാറ്. നമ്മുടെ സ്വിച്ച് ബോർഡ് ഇവിടെ പിന്നെ ഇത്ര കാണാനായിട്ടുള്ളൂ. പിന്നെ അവിടെയാണ് നമ്മൾ സാധനമൊക്കെ ഞാൻ ഇവിടെ അമ്മയുടെ ചേച്ചിയുടെ മേക്കപ്പ് സെറ്റ് അങ്ങനെ കുറേയൊക്കെ ഉണ്ട്. പ്രൊമോഷനായി പോകും എൻ്റെ അവാർഡ്സ് കുറേയൊക്കെ ഉണ്ട്. ഇത് മിറർ ഫോട്ടോ. ഹായ്, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഹായ്. സോ ഇതാണ് നമ്മളുടെ എൻ്റെ ഒരു വീടിൻ്റെ ഓവർവ്യൂ എന്നൊക്കെ പറയാൻ പറ്റുന്നത്. സോ ഇനി നമുക്ക് വേറെ കുറച്ച് ഭാഗം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇനി എനിക്ക് വേറൊരു ഭാഗവും ഇല്ലെന്ന് തോന്നുന്നു. സോ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സോ പിന്നെ എനിക്കൊരു കാര്യം പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണാൻ ചിലപ്പോൾ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പാതി വീഡിയോയിൽ കോപ്പിറൈറ്റ് വന്ന് ആ വഴി കൂട്ടി പോവുക. സോ ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാൻ പറ്റും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ട്, അതായത് നിങ്ങളുടെ സപ്പോർട്ട്, സ്നേഹം, സമാധാനം എല്ലാം വേണം. സോ ഇനിയുള്ള വീഡിയോസ് ചിലപ്പം ഇന്നിട്ട് പോലെ തന്നെ ഒരു 5 മണി 7 മണിയൊക്കെ ആയിട്ടായിരിക്കും വരെ. ഇതിപ്പോൾ ഞാൻ 5 മണി ഏകദേശം 5 മണിയൊക്കെ ആയപ്പോഴും ഷൂട്ട് ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ ഇടുമ്പോഴത്തേക്കും 7 മണിക്ക് ആകും. ആ സമയത്ത് ഞാൻ വേറൊരു കണ്ടൻറ്റുമായിട്ട് വീണ്ടും വരും. സോ ഒരു ദിവസം 2-3 വീഡിയോസൊക്കെ ഇടാൻ നോക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സോ ബൈ.